സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിക്കുന്ന ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയുടെ ഡെഫിനിഷൻ, അതായത് സോഷ്യോളജിയെ കുറിച്ച് പ്രധാനപ്പെട്ട ചിന്തകർ പറഞ്ഞ നിർവചനങ്ങൾ, സോഷ്യോളജിയുടെ സ്കോപ്പ്, പിന്നെ സോഷ്യോളജിക്ക് മറ്റ് സാമൂഹിക വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ് എന്നതാണ് നമ്മൾ ഈ പേപ്പറിൽ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ ഡെഫിനിഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ സോഷ്യോളജിയുടെ ഫാദർ ആയിട്ടുള്ള അഗസ്റ്റ് കോംപ്റ്റയുടെ അഭിപ്രായത്തിൽ സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രീയ വിഷയമാണ് സോഷ്യോളജി എന്ന് അദ്ദേഹം വാദിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ശാസ്ത്രീയ വിഷയങ്ങൾ എപ്രകാരമാണോ പഠിക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് സമൂഹത്തെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടത് എന്ന് അദ്ദേഹം വാദിക്കുന്നു. അദ്ദേഹം കുറച്ചുകൂടെ സയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാമൂഹ്യ പ്രതിഭാസങ്ങളെ, അതായത് സമൂഹത്തിലുള്ള സംഭവ വികാസങ്ങളെ ശാസ്ത്രീയ വിഷയങ്ങൾ പഠിക്കുന്ന പോലെ നമ്മൾ മറ്റ് ശാസ്ത്രീയ വിഷയങ്ങൾ, പ്രധാനമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ഇത്തരത്തിലുള്ള ശാസ്ത്രീയ വിഷയങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് ആ രീതിയിൽ അതിൻ്റെതായ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക എന്നതാണ് അദ്ദേഹം കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിഭാസങ്ങളെ ശാസ്ത്രീയ വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ സാമൂഹ്യ പ്രതിഭാസങ്ങളെ ശാസ്ത്ര വിഷയങ്ങളെ എന്ന പോലെ പഠിക്കുന്ന പഠനശാഖയാണ് സോഷ്യോളജി. ഇനി രണ്ടാമതായിട്ട് സോഷ്യോളജിയുടെ തന്നെ ഏറ്റവും ഫൗണ്ടിങ് ഫാദേഴ്സുകളിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ തിങ്കേഴ്സുകളിൽ ഒരാളായിട്ടുള്ള എമിലി ദുർഗെയിമിന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് സോഷ്യോളജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയുടെ മറ്റൊരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു തിങ്കറാണ് മാക്സ് വെബർ. അപ്പോൾ മാക്സ് വെബറുടെ അഭിപ്രായത്തിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളെ വ്യാഖ്യാനിക്കുവാനുള്ള ഒരു കഴിവാണ് സോഷ്യോളജി, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവൃത്തികളെ വ്യാഖ്യാനപരമായി മനസ്സിലാക്കുവാനുള്ള ഒരു പഠനശാഖയാണ് സോഷ്യോളജി എന്നാണ് മാക്സ് വെബർ മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും നമ്മൾ ഇന്റർപ്രിട്ടേഷൻ നടത്തണമെന്നും അതുവഴി മനസ്സിലാക്കിയെടുക്കുന്നതാണ്, അത് ഇന്റർപ്രിട്ടേഷൻ നടത്തി നമ്മൾ സാമൂഹിക ആക്ഷനുകൾ അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പഠനശാഖ എന്ന രീതിയിലാണ് അദ്ദേഹം സോഷ്യോളജിയെ പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇതിൽ ഏറ്റവും അഗസ്റ്റ് കോംപ്റ്റെ ആണ് ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് നമ്മൾ പരിഗണിക്കുന്നെങ്കിൽ പോലും ഈ പറഞ്ഞിട്ടുള്ള ഹെർബർട്ട് സ്പെൻസർ അല്ലെങ്കിൽ എമിലി ദുർഗെയിം, മാക്സ് വെബർ മുതലായവരെല്ലാം തന്നെ സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ചിന്തകരാണ് അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞരാണ്. ഇവരെ നമ്മൾ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് സോഷ്യോളജി അല്ലെങ്കിൽ ക്ലാസിക്കൽ തിങ്കേഴ്സ് ഓഫ് സോഷ്യോളജി എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ മൂന്ന് ഡെഫിനിഷൻസ് ഓർത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം, കാരണം കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സോഷ്യോളജിയുടെ അല്ലെങ്കിൽ സമൂഹശാസ്ത്രത്തിന്റെ നേച്ചറാണ്, അതായത് സ്വഭാവ സവിശേഷതകൾ എന്താണെന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ട് സോഷ്യോളജി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പോയിന്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോഷ്യോളജി ആസ് ആൻ ഇൻഡിപെൻഡന്റ് സയൻസ്, അതായത് സോഷ്യോളജി എന്ന് പറയുന്നത് വളരെ സ്വതന്ത്രമായിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നും അത് മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് ബന്ധം പുലർത്തുന്നില്ല എന്നതാണ് ആൻ ഇൻഡിപെൻഡന്റ് സയൻസ് എന്നൊരു സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സോഷ്യോളജി വളരെ പ്യുവറായിട്ട് മനുഷ്യ സമൂഹങ്ങളെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിന് മറ്റ് വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്ന ഒന്നാണ് സോഷ്യോളജി ആസ് ഇൻഡിപെൻഡന്റ് സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്, കാരണം അടുത്തൊരു ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ വീണ്ടും നമ്മൾ ഒന്നുകൂടൊന്ന് ക്ലിയർ ആയിട്ട് ഡീപ്പായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് സയൻസ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് കുറച്ചുകൂടെ ഓർത്ത് വെക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്യുവർ സയൻസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കുറച്ചുകൂടെ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ മെത്തേഡും ടെക്നിക്സും സോഷ്യോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന വാദമാണ് രണ്ടാമതായിട്ട് പറയുന്നത്. സോഷ്യോളജി ആസ് എ പ്യുവർ സയൻസ്, അതായത് നമ്മൾ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ അതിന്റെ എക്സ്പെരിമെന്റ്സ് പ്രൊസീജിയേഴ്സ് കൂടുതലാണ് അല്ലെ. നമ്മൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ അതിന്റെ രീതി സയൻസ് വിഷയങ്ങൾ നമ്മളൊരു ലാബിൽ ഒരു വിഷയം പഠിക്കുന്ന സമയങ്ങളിൽ എടുക്കുന്ന പ്രൊസീജിയേഴ്സ് എപ്രകാരമാണോ
ആ രീതിയിൽ എടുക്കുന്ന മെത്തേഡ്സ്, അതായത് നമ്മൾ ലാബുമായിട്ടല്ല നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത്, നമ്മൾ സയൻസ് വിഷയങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. നമുക്ക് അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ കടന്നു വന്നാൽ മാത്രമേ നമുക്ക് സയൻസ് വിഷയങ്ങൾ കുറച്ചുകൂടെ അടുക്കും ചിട്ടയോടുകൂടെ പഠിക്കുന്ന ഒരു പഠനശാഖയാണ് കുറച്ചുകൂടെ സയൻസ് എന്ന് പറയുന്നത്. അതിന് അപ്പൊ അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അപ്രകാരത്തിൽ തന്നെ സോഷ്യോളജിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സോഷ്യോളജി ആസ് എ പ്യുവർ സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്ര വിഷയങ്ങൾ പോലെ തന്നെ സോഷ്യോളജിയുടെ പഠനങ്ങളും അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പഠന രീതിയും സയന്റിഫിക് ആണ്, പ്യുവർലി സയന്റിഫിക് ആണ് എന്ന രീതിയിലാണ് മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് ആണ് സോഷ്യോളജി ആസ് എ പ്യുവർ സയൻസ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എംപിരിക്കൽ സയൻസ്. അതായത് എംപിരിക്കൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ത്രൂ സെൻസ്, അതൊക്കെ നമ്മുടെ സെൻസ് ഓർഗൻസ് മുഖേന അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് സോഷ്യോളജി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, സമൂഹത്തെ കൂടുതൽ അറിയുന്നു, നേരിട്ട് ഒരു വ്യക്തി മനസ്സിലാക്കുന്ന രീതിയാണ്, ഒരു വ്യക്തിയുടെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്ന പഠനശാഖയാണ് സോഷ്യോളജി. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കുറച്ചുകൂടെ എന്താണ്, സമൂഹമായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോടു കൂടെയുള്ള ഒരു ബന്ധം കുറച്ചുകൂടെ അടുപ്പം കുറച്ച് കൂടുതലായിരിക്കും എന്നതാണ് എംപിരിക്കൽ സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ അബ്സ്ട്രാക്ട് ലെവലല്ല നമ്മൾ പഠിക്കുന്നത്, കുറച്ചുകൂടി സമൂഹത്തിൽ നിരന്തരം നടക്കുന്ന പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെയും മനുഷ്യന്റെ ബന്ധങ്ങളെയും കുറിച്ചാണ് സോഷ്യോളജി ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ എംപിരിക്കലാണ്, അനുഭവപരമായിട്ടുള്ള ഒരു പഠനശാസ്ത്രമാണ് സോഷ്യോളജി എന്നത് പറയുന്നു. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അതായത് ജനറൽ സയൻസ് എന്ന് പറയുന്നത് സോഷ്യോളജി എന്താണ്, മനുഷ്യന്റെ എല്ലാ മേഖലകളെ കുറിച്ചും, അതായത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും മനുഷ്യന്റെ ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ മനുഷ്യ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഇത് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അല്ല, അത് വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഡിസിപ്ലിൻ ആണ്. അതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ പരിമിതി എന്ന് പറയുന്നത് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് കഴിയില്ല. കാരണം മനുഷ്യൻ എവിടെയെല്ലാം പാർക്കുന്നു അവിടെയെല്ലാം മനുഷ്യന്റെ സമൂഹവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഇടപെടലുകൾ നടത്തുന്ന എല്ലാ മേഖലകളെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യോളജിയിൽ നമുക്ക് പഠന വിധേയമാക്കാം. അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ജനറൽ സയൻസ് ആണ്, അതായത് പൊതുവായിട്ടുള്ള ഒരു പഠനശാഖയാണ് എന്ന് പറയുന്ന ഒരു വാദമാണ് സോഷ്യോളജി ആസ് എ ജനറൽ സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പറയുന്നത് നോ വാല്യൂ ജഡ്ജ്മെന്റ്സ്. അതായത് സോഷ്യോളജി ഒരിക്കലും ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു പഠനമല്ല നടത്തുന്നത്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആ സമൂഹം ഇങ്ങനെ തന്നെ ആണ് എന്ന് നമ്മൾ ഒരിക്കലും മുദ്ര കുത്തുന്നില്ല, പകരം അതിന്റെ വസ്തുതകളെ മാത്രമാണ് പഠിക്കുന്നത്. ഒരു സമൂഹം എങ്ങനെയാണ് എന്നത് തുറന്നു കാണിക്കുന്നു, അതിനപ്പുറത്തേക്ക് അതിനൊരു ജഡ്ജ്മെന്റലോ അല്ലെങ്കിൽ അതിന്റെ എത്തിക്സോ മറ്റോ ഒന്നും തന്നെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്യൂർലി നമ്മളൊരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ ഒരു സംഭവത്തെ നോക്കിക്കാണുകയും അതിന് അതേ രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നൊരു അർത്ഥത്തിലാണ് സോഷ്യോളജി നോ വാല്യൂ ജഡ്ജ്മെന്റ് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അതായത് കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു സംഭവത്തെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല, അതിന്റെ ശരി തെറ്റുകളെ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പകരം ആ സംഭവം എന്താണ് അല്ലെങ്കിൽ ഒരു വിഷയം എന്താണോ ആ വിഷയത്തെ അതേ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അതിനെ അവലോകനം ചെയ്യുന്നു എന്നത് മാത്രമാണ് സോഷ്യോളജി ചെയ്യുന്നത്. അല്ലാതെ അതിന്റെ ശരി തെറ്റുകളെ നിർണ്ണയിക്കാൻ സോഷ്യോളജി അതിന്റെ ശരി തെറ്റുകളെ നിർണ്ണയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വാല്യൂ ഫ്രീ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യോളജി. അടുത്ത് പറയുന്നത് സോഷ്യോളജിയുടെ ഒരു അബ്സ്ട്രാക്ട് സയൻസ് എന്ന രീതിയിൽ കൂടെ സോഷ്യോളജിയെ പറയുന്നുണ്ട്. അതായത് നമുക്ക് സോഷ്യോളജി കുറച്ചുകൂടെ അവ്യക്തമായിട്ട് നമ്മുടെ ആശയങ്ങളെ കുറിച്ചുകൂടെ നമ്മൾ കോൺസെപ്റ്റൽ ആയിട്ടുള്ള പഠനങ്ങളോട് നമ്മൾ സോഷ്യോളജിയിൽ നടത്തുന്നുണ്ട്. ആ കോൺസെപ്റ്റുകളെയും നമ്മൾ പ്രാക്ടിക്കലും തമ്മിലുള്ള ഒരു ബന്ധപ്പെടുത്തുന്ന ഒരു ഘട്ടം കൂടെ നമ്മുടെ സോഷ്യോളജിയിൽ വരുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളെല്ലാം നമ്മൾ അബ്സ്ട്രാക്ട് ലെവലിൽ നിന്നുകൊണ്ടും കൂടി സോഷ്യോളജിയെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അബ്സ്ട്രാക്ട് ലെവലിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഉദാഹരണത്തിന് നമ്മളൊരു സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു സംഭവത്തെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഒരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റിൽ നിന്ന് അതിന് പഠിക്കുന്ന സമയത്ത് സോഷ്യോളജി കുറച്ചുകൂടെ ആ ഈവന്റിനെയാണ് നോക്കിക്കാണുന്നത്. അതായത് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണത്തെയല്ല നമ്മൾ നോക്കുന്നത്, അതിന് ആ വ്യക്തിപരമായിട്ടുള്ള കാരണത്തെയല്ല നമ്മൾ നോക്കിക്കാണുന്നത് സോഷ്യോളജിക്കലി. പകരം എന്താണ് ചെയ്യുന്നത്, ആ വ്യക്തിയുടെ ആ ഒരു ആത്മഹത്യ എന്നുള്ളതിന് ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രതിഭാസമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിനാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് നമ്മൾ
മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിൾ വരുന്ന ഒരു വിഷയം എന്ന രീതിയിലാണ് നമ്മൾ കുറച്ചുകൂടെ കാരണങ്ങളെ പഠിക്കുന്നത്. അതായത് വ്യക്തിപരമായിട്ട് വരുന്ന കാര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടി സോഷ്യലായിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ് സോഷ്യോളജിയിൽ നമ്മൾ ഈ ഒരു അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നത്. അതായത് ആശയങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ട് വരുന്ന അല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങളെ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഓരോ വികാസങ്ങളെയും സംഭവങ്ങളെയും അല്ലെങ്കിൽ ഓരോ ഫിനോമിനാസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് പരിഗണിച്ചുകൊണ്ട് അത് അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നമായി പരിഗണിക്കുകയും അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ട് അതിനൊരു തിയറി ആയിട്ട് ഫോം ചെയ്യുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സമൂഹത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളെ അതൊരു ഈവന്റ് എന്നൊരു രീതിയിൽ മാത്രം നോക്കിക്കാണാതെ അതിനൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് രൂപാന്തരപ്പെടുത്തുകയും അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നമായിട്ട് മനസ്സിലാക്കുകയും ആ സാമൂഹ്യ പ്രശ്നത്തിനെ ഒരു സൈദ്ധാന്തികവൽക്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടെ ആശയങ്ങൾ കൊണ്ട് അതിനെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഡീപ്ലി അതിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അബ്സ്ട്രാക്ട് എന്നതുകൊണ്ട് ആൻഡ് അബ്സ്ട്രാക്ട് സയൻസ് എന്നതുകൊണ്ട് നമ്മൾ സോഷ്യോളജിയെ അർത്ഥമാക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് റിലയൻസ് ഓഫ് റാഷണാലിറ്റി. അതായത് ഇവിടെ നമ്മൾ സോഷ്യോളജി ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ എംപിരിസിസം ആണ് അല്ലെങ്കിൽ എംപിരിക്കൽ സ്റ്റഡിയാണ് സോഷ്യോളജിയിൽ കൂടുതൽ നടക്കുന്നത്. അതായത് നമ്മൾ വ്യക്തികളുടെ അനുഭവങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുന്ന വിഷയങ്ങളാണ് സോഷ്യോളജിയിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വ്യക്തികൾ ഫീൽഡിലൂടെയും അല്ലെങ്കിൽ ഫീൽഡ് വർക്കിലൂടെയും അല്ലെങ്കിൽ വ്യക്തികൾ ഒരു സമൂഹത്തെ കണ്ടുപഠിച്ചുകൊണ്ടാണ് സമൂഹത്തിന്റെ സിദ്ധാന്തങ്ങൾ സാമൂഹ്യ സിദ്ധാന്തങ്ങൾ നമ്മൾ രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് എംപിരിക്കൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ എന്താണ് നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ സോഷ്യോളജി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനാൽ ഇതിന് കൂടുതൽ ലോജിക്കിന് വളരെയധികം പ്രാധാന്യമൊന്നും ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ല. അതായത് ലോജിക്കലായിട്ട് യുക്തിപരമായിട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതിന് പകരം സമൂഹം എന്താണ് എന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വിഷയത്തിൽ പഠിക്കുന്ന സമയത്ത് ആ വ്യക്തി എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെ അതേ രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് സോഷ്യോളജി ചെയ്യുന്നത്. അല്ലാതെ അതിനെ കൂടുതൽ അതിൻ്റെ ലോജിക്കലായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറച്ചുകൂടെ അതേ ഇൻഡെപ്ത് ലെവലിൽ തന്നെ എടുത്തുകൊണ്ട് പഠിക്കുന്നത് തീർത്തും എന്താ ഒരു ജനറൽ ഡിഡക്ഷൻ മെത്തേഡിൽ നിന്നാണ് വരുന്നത്. ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ നിഗമനത്തിലേക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് റാഷണാലിറ്റി ഇവിടെ വർക്ക് ചെയ്യുന്ന രീതി. അതായത് നമ്മൾ ഒരു പൊതുവിൽ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ നമ്മൾ തയ്യാറാക്കുന്ന രീതിയാണ് റാഷണാലിറ്റി എന്നുകൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് റാഷണാലിറ്റി നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു പറയുന്നത് കൂടുതലായിട്ടുള്ള ഒരു ലോജിക്കൽ ഡിറ്റർമിനേഷൻസ് നമ്മളിവിടെ കൂടുതൽ നടക്കുന്നില്ല അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള അതിൻ്റെ ലോജിക്കൽ കാര്യങ്ങളെ കണ്ടെത്തുന്നില്ല. പകരം നമ്മൾ സോഷ്യൽ ഈവൻസുകൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ ഒരു തിയറി ഫോം ചെയ്യുന്നു എന്നൊരു അർത്ഥത്തിലാണ് റിലയൻസ് ഓഫ് റാഷണാലിറ്റി എന്ന പോയിന്റ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സോഷ്യോളജിയെ കുറിച്ചുള്ള തർക്കങ്ങൾ രണ്ട് തരത്തിലാണ് നിലനിൽക്കുന്നത്. അതായത് സോഷ്യോളജി ഒരു ശാസ്ത്ര വിഷയമാണെന്നും സോഷ്യോളജിയെ ഒരു ശാസ്ത്രീയ വിഷയമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്നും പറയുന്ന രണ്ട് വാദങ്ങൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സോഷ്യോളജി ആൻഡ് ഇൻഡിപെൻഡന്റ് സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആ പോയിന്റിന് ഇവിടെ കുറച്ചുകൂടെ പ്രസക്തി വരുന്നത് ഇവിടെയാണ്. അതായത് നമ്മൾ പറയുന്നത് സോഷ്യോളജി ഒരു ശാസ്ത്ര വിഷയമായി പരിഗണിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പരിഗണിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത് സോഷ്യോളജിയെ ഒരു പൂർണ്ണമായിട്ടും ശാസ്ത്ര വിഷയമാണ് സോഷ്യോളജി എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളും വരുന്നുണ്ട്. അപ്പൊ ഇവർ തന്നെ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ഘടകമാണ് സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്നും അത് വളരെ പ്യുവർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, അതിന് മറ്റു വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പകരം അത് മറ്റൊരു ശാസ്ത്ര വിഷയങ്ങൾ എന്ന പോലെ തന്നെ ശാസ്ത്ര വിഷയമാണ്, അത് മറ്റു വിഷയങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവും അല്ലെങ്കിൽ സോഷ്യോളജിയുടെ നിലനിൽപ്പ്
മറ്റ് വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതല്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം രൂപാന്തരപ്പെടുന്നുണ്ട്. ഇവരെ ഫോർമലിസ്റ്റിക് സ്കൂൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ഒരു കൂട്ടം ചിന്തകർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്കൂൾ എന്നുള്ള ഒരു പദം ഉപയോഗിച്ച് പറയുന്നത്. അപ്പോൾ ഇവരെ കുറച്ചുകൂടി സോഷ്യോളജി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ശാസ്ത്ര വിഷയമാണെന്നും അല്ലെങ്കിൽ അത് സ്വതന്ത്ര വിഷയമാണെന്നും അത് മറ്റു വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തുന്നില്ല എന്നുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവരെയാണ് നമ്മൾ ഫോർമലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇത് രണ്ടാമതൊരു വിഭാഗമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യോളജി പൂർണ്ണമായിട്ടും നമുക്കൊരു സ്വതന്ത്ര വിഷയമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സോഷ്യോളജി ഒരു പ്യുവർ സയൻസ് അല്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ നമ്മൾ സിന്തറ്റിക് സ്കൂൾ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ സിന്തറ്റിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയം സ്വതന്ത്ര വിഷയമല്ല. അത് മനുഷ്യന്റെ പെരുമാറ്റങ്ങളെ കുറിച്ചും സമൂഹത്തെ കുറിച്ചും പഠിക്കുന്നതിനാൽ ഇവയ്ക്ക് ഒരു പൂർണ്ണമായും ഒരു സ്വതന്ത്ര വിഷയമായിട്ട് നമുക്കിതിനെ പരിഗണിക്കാൻ കഴിയില്ലെന്നും ഇവയ്ക്ക് മറ്റ് വിഷയങ്ങളുമായിട്ട് താരതമ്യേന ബന്ധമുണ്ടെന്നും വാദിക്കുന്ന ഒരു വിഭാഗം ചിന്തകരുടെ വാദത്തെയാണ് സിന്തറ്റിക് സ്കൂൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവരുടെ അഭിപ്രായത്തിൽ സോഷ്യോളജി എന്ന് പറയുന്ന പഠനശാഖ മറ്റ് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് മറ്റ് സമൂഹത്തിന്റെ മറ്റെല്ലാ ഘടകങ്ങളും, അതായത് മനുഷ്യർ ഇടപെടുന്ന എല്ലാ മേഖലകളുമായിട്ടും അല്ലെങ്കിൽ മാനുഷിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവയ്ക്ക് മറ്റ് പഠന വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ കൂടുതലാണ് എന്ന് വാദിക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യോളജി ഒരു പ്യുവർ സയൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് സയൻസ് ആയിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്ന് വാദിക്കുന്ന വക്താക്കളെയാണ് നമ്മൾ സിന്തറ്റിക് സ്കൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ സോഷ്യോളജിക്ക് മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ് എന്ന് പറയുന്നത്. അതായത് സോഷ്യോളജി നമ്മൾ പറഞ്ഞു മാനുഷിക പെരുമാറ്റങ്ങളെയും കുറിച്ച് അല്ലെങ്കിൽ സാമൂഹിക പെരുമാറ്റങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിരന്തരം ഏർപ്പെടുന്ന എല്ലാ മേഖലകളെയും ചെയ്യുന്നുണ്ട് സോഷ്യോളജിക്ക് പഠന വിഷയമാക്കാനായിട്ട് സാധിക്കും. ഇതിൽ പ്രധാനമായും നമ്മൾ സമൂഹം ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന ചില സാമൂഹിക വിഷയങ്ങളെയാണ് നമ്മൾ സോഷ്യോളജിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജിയുമായിട്ടുള്ള ഒരു കമ്പാരിസണും അല്ലെങ്കിൽ സാമ്യതയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെയും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയും ക്രമീകരണങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ എന്താണ് സൈദ്ധാന്തികമായിട്ടും അല്ലെങ്കിൽ തത്വചിന്തയും എല്ലാം കുറച്ചുകൂടെ നിലനിൽക്കുന്നത് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയം കുറച്ചുകൂടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അത്തരം രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഒരു സമൂഹത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭരണഘടനയെ കുറിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റിനെ കുറിച്ചോ ആ ഗവൺമെന്റിന്റെ തത്വചിന്തയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനങ്ങളെ കുറിച്ചും പഠിക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് കുറച്ചുകൂടെ രാഷ്ട്രീയപരമായിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള തീർത്തും അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ അല്ലെങ്കിൽ അതോറിറ്റി അല്ലെങ്കിൽ പവർ എന്ന രീതിയിൽ ഒരു സമൂഹത്തിൽ എങ്ങനെ അഡ്മിനിസ്ട്രേഷൻ നടക്കണം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ക്രമീകരണങ്ങൾ എപ്രകാരമാണ് എന്നതിൽ കൂടുതൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസിന്റെ പരിമിതി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു അതിന്റെ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഭരണഘടനാ സംവിധാനങ്ങൾ ഓരോ സമൂഹത്തിന്റെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെയും ഭരണഘടനാ സംവിധാനങ്ങൾ എങ്ങനെയാണ്, ഭരണഘടന എന്താണ്, അവിടുത്തെ നിയമങ്ങൾ എന്താണ് എന്ന രീതിയെ കുറിച്ചുകൂടെ വളരെ പൂർണ്ണമായും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലെവലിലും മാത്രം പഠിക്കുന്ന ഒരു പഠനമായത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസിന്റെ വ്യാപ്തി ലിമിറ്റഡ് ആണ്. അതേസമയം സോഷ്യോളജിയിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പെരുമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റഡ് അല്ല, സോഷ്യോളജി കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഭാഗത്തെ മാത്രമല്ല നമ്മൾ പോയിന്റ് ചെയ്യുന്നത്, പകരം എന്താണ് കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ട് കാര്യങ്ങളെ പഠിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതിന്റെ പറയുന്നത് സോഷ്യോളജിയുടെ പ്രധാനമായിട്ട് മേഖലയായിട്ട് എന്ന് പറയുന്നത് അതിന്റെ മനുഷ്യന്റെ ഇന്ററാക്ഷൻ ആണ്. സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ഇടപെടലുകളെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ചാണ് പൊളിറ്റിക്സ് കൂടുതലായിട്ട്
ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വ്യക്തികളുടെ ചിന്താരീതി വ്യക്തികളുടെ രാഷ്ട്രീയ മനോഭാവങ്ങൾ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള ചിന്താരീതികൾ എന്നിവയാണ് പൊളിറ്റിക്കൽ സയൻസ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് അവരുടെ ചിന്താരീതി ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചിന്താഗതിയെ കുറിച്ച് മാത്രമേ പൊളിറ്റിക്കൽ സയൻസ് ഡിസ്കസ് ചെയ്യും. ഇതേസമയം സോഷ്യോളജിയിലേക്ക് കിടക്കുമ്പോൾ സോഷ്യോളജി മനുഷ്യന്റെ എല്ലാ പെരുമാറ്റങ്ങളെയും അല്ലെങ്കിൽ മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലകളെയും വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠനം നടത്തുന്നു എന്നതിനാൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും സോഷ്യോളജിക്ക് വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ട്. പ്രധാനമായിട്ടും ഒരു രാഷ്ട്രീയ സ്ഥാപനങ്ങളെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ സോഷ്യോളജി സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ സ്ഥാപനങ്ങളെയാണ് കുറച്ചുകൂടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഘടകനെ മാത്രം പൊളിറ്റിക്കൽ സയൻസ് നോക്കിക്കാണും എന്ന് പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യവും സോഷ്യോളജിയിൽ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഘടനയെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് വേറിട്ട രണ്ട് സബ്ജക്റ്റുകളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു പോയ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ഹിസ്റ്ററി. അതുകൊണ്ട് അതിന് കൂടുതലായിട്ട് നമ്മൾ കണ്ടംപററി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രസന്റ് ലൈഫുമായിട്ട് ഹിസ്റ്ററിക്ക് കൂടുതൽ ബന്ധമൊന്നും തന്നെ വരുന്നില്ല. അത് കുറച്ചുകൂടി കാലാന്തരത്തിൽ കഴിഞ്ഞു പോയ സംഭവങ്ങളെ അല്ലെങ്കിൽ സോഷ്യൽ ഈവൻസിനെയാണ് ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ സോഷ്യോളജിയിലേക്ക് എത്തുന്ന സമയത്ത് സോഷ്യോളജി കുറച്ചുകൂടെ പ്രസന്റ് ആയിട്ട് കുറച്ചുകൂടെ ലൈവ് ആയിട്ടുള്ള വിഷയങ്ങളെ കൂടെ സോഷ്യോളജി കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യോളജി ഒരു നമ്മൾ ലൈവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന രീതിയിൽ നമുക്ക് സോഷ്യോളജിയെ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഹിസ്റ്ററി എന്ന വിഷയത്തെ പഴയകാല സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ കുറച്ചുകൂടെ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നതിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം കാലഘട്ടത്തിനെയും കാലക്രമത്തിനെയും അനുസരിച്ച് നമ്മളൊരു ക്രോഡീകരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ചരിത്രം എന്നതിനാൽ അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ റെലവൻസ് അല്ലെങ്കിൽ അതിലെ സംഭവ വികാസങ്ങളെ കൃത്യമായ രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതായത് അതിലെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ടായേക്കാം. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷൻ അടക്കമുള്ള പല സംസ്കാരങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ട് നടന്നിട്ടുള്ള പല സംഭവ വികാസങ്ങളെയും നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റീകളക്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ എസൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ഹിസ്റ്ററിയിലേക്ക് എപ്പോഴും ഒരു വളച്ചൊടിക്കലുകൾ സ്വാഭാവികമാണ്. അപ്പോൾ ഹിസ്റ്ററിയുടെ അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹിസ്റ്ററിയെ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഡാറ്റ ഒരു പക്ഷേ നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പല എസൻസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹിസ്റ്ററി വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് നിലനിന്നേക്കാം. എന്നാൽ സോഷ്യോളജി എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രസന്റ് ലൈഫിനെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിനാൽ അല്ലെങ്കിൽ നമുക്ക് അതിന് പല രീതിയിൽ നമുക്ക് വീണ്ടും ആവർത്തിച്ച് പഠിക്കുവാനുള്ള ഒരു റീകളക്ട് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് സോഷ്യോളജിയെ പഠിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ നമുക്ക് വീണ്ടും അതിൻ്റെ മിസ്റ്റേക്സുകൾ മാറ്റിക്കൊണ്ട് നമുക്ക് വീണ്ടും പഠിച്ചെടുക്കാനുള്ള ഒരു ഉപാധി എന്ന രീതിയിൽ സോഷ്യോളജി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഹിസ്റ്ററിയുടെയും സോഷ്യോളജിയുടെയും ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ സംഭവങ്ങളെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ലഭിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഹിസ്റ്ററി പഠിച്ചെടുക്കാനായിട്ട് സാധിക്കൂ. പക്ഷേ സോഷ്യോളജി എന്ന് പറയുമ്പോൾ നിരന്തരം അപ്ഡേഷൻസ് നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതായത് നമുക്കൊരു ഡാറ്റയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെന്റ്സും മറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിനെ പഠിക്കാനുള്ള ഒരു സംവിധാനം അതിലുണ്ട്. അല്ലെങ്കിൽ ഒരു ലൈവ് ഡോക്യുമെന്റേഷൻ സോഷ്യോളജിക്ക് ഒരുപക്ഷെ കുറച്ചുകൂടെ ലഭിക്കുന്നത് കുറച്ചുകൂടെ സ്വീകാര്യതയാണ്. പക്ഷെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു കാര്യമില്ല. കാരണം അത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അതായത് പാസ്റ്റ് ഈവൻസ് ആണ്. പാസ്റ്റ് ഈവൻസിനെ നമുക്ക് വീണ്ടും നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതിന് ലഭിക്കുന്ന മോണുമെന്റ്സിന്റെ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ചരിത്രങ്ങളെ പഠിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിഷയം എന്ന് പറയുന്നത് എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള
വ്യത്യാസമാണ്. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ അവലോകനം ചെയ്യുക, അല്ലെങ്കിൽ സാമ്പത്തിക പശ്ചാത്തലം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചുകൂടെ നമ്മൾ ഉൽപാദന മേഖലയുമായിട്ടും അല്ലെങ്കിൽ ചോദനം അഥവാ ഡിമാൻഡ്, സപ്ലൈ, ഇത്തരത്തിലുള്ള മനുഷ്യന്റെ ആവശ്യങ്ങളെ, ഭൗതിക ആവശ്യങ്ങളെ അല്ലെങ്കിൽ സാമ്പത്തിക ആവശ്യങ്ങളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ കുറിച്ചും അവയുടെ മെറ്റീരിയലായിട്ടുള്ള സപ്ലൈ കുറിച്ചും മറ്റുമാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ടും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പഠനശാഖയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സാമ്പത്തിക തലത്തെക്കുറിച്ച് മാത്രമാണ് എക്കണോമിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രൊഡക്ഷൻ, ഡിമാൻഡ്, സപ്ലൈ, പ്രോഫിറ്റ്, ലോസ് ഇത്തരത്തിലുള്ള ഘടനയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെയാണ് നമ്മൾ എക്കണോമിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. അതേസമയം സോഷ്യോളജിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ സൊസൈറ്റിയുടെ എൻറ്റയർ ആയിട്ടുള്ള ഘടനയെക്കുറിച്ച് സോഷ്യോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും സാമൂഹ്യ ബന്ധങ്ങൾ അതുപോലെ അതിലും നമുക്ക് ഈ സാമ്പത്തിക ഘടനയെ നമുക്ക് ഉൾപ്പെടുത്താം എന്ന രീതിയിൽ വരുന്ന സമയത്ത് സോഷ്യോളജിയുടെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് കുറച്ചല്ലെങ്കിൽ സോഷ്യോളജി കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എക്കണോമിക്കലായിട്ടുള്ള ഒരു ഘടനയെക്കുറിച്ചും അല്ലെങ്കിൽ സാമ്പത്തിക ഘടനയെക്കുറിച്ച്, സാമ്പത്തികപരമായിട്ടുള്ള പ്രക്രിയയെക്കുറിച്ചും എക്കണോമിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ സാമ്പത്തികപരമായിട്ടുള്ള ഘടന അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നതും അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തിന്റെ കുറച്ചുകൂടെ പെരിഫറൽ ആയിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള ഒരു ചിന്താധാരയെ സോഷ്യോളജി മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അടുത്ത് പറയുന്നത് സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് സൈക്കോളജി എന്ന് പറയുന്നത് വ്യക്തികളുടെ മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ മാനസിക അവസ്ഥയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പഠനശാഖയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ മനസ്സും അതിൻ്റെ തലങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്നത്. ഇതേ കാര്യത്തിലേക്ക് നമ്മൾ സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യന്റെ സാമൂഹ്യ പെരുമാറ്റങ്ങളെയാണ് സോഷ്യോളജി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാമൂഹ്യ പെരുമാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ സാമൂഹ്യ പെരുമാറ്റങ്ങളെ നമ്മൾ സോഷ്യോളജിയിൽ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഈ പെരുമാറ്റത്തിന് കാരണമായിട്ടുള്ള കോസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സൈക്കോളജി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ സോഷ്യോളജി ചെയ്യുന്ന കുറച്ചുകൂടെ ഈ മെന്റൽ ആയിട്ടുള്ള മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്തിനെ കുറിച്ചുകൂടി നമ്മൾ ഡീപ്പായിട്ട് കൂടെ പഠിച്ചെടുക്കുന്നുണ്ട്. അതായത് സൈക്കോളജി ഒരു വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സോഷ്യോളജി ഒരു വ്യക്തിയുടെ അല്ല ഒരു സമൂഹത്തിന്റെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ മാനസിക പെരുമാറ്റത്തെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സൈക്കോളജി കുറച്ചുകൂടി ഒരു വ്യക്തിനിഷ്ഠമായിട്ട് പഠിച്ചെടുക്കുന്ന സമയത്ത് സോഷ്യോളജി കുറച്ചുകൂടി സാമൂഹ്യപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം മാനസികപരമായിട്ട് പെരുമാറുന്ന സമയത്ത് അല്ലെങ്കിൽ മാനസിക ആരോഗ്യം മെച്ചമല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവൃത്തി മൂലം സമൂഹത്തിലുണ്ടാവുന്ന അവസ്ഥകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് സോഷ്യോളജി മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് സ്ഥിരമല്ലാതിരിക്കുന്ന അവസ്ഥയിൽ അത് സമൂഹത്തെ അല്ലെങ്കിൽ വ്യക്തിയുടെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യം മെച്ചമല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ സമൂഹത്തിലേക്ക് എങ്ങനെ സമൂഹത്തിൽ എങ്ങനെ മോശമായി നയിക്കപ്പെടുന്നു എന്നത് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് സോഷ്യോളജിയുടെ പ്രത്യേകത. പക്ഷെ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ മാത്രമാണ് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പഠനം നടത്തുക. അതായത് ഒരു വ്യക്തിയുടെ മാനസിക നില അല്ലെങ്കിൽ വ്യക്തിയുടെ മാനസിക ആരോഗ്യം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാനസിക പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിട്ട് തോന്നുമ്പോൾ അത് സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ട് പരിഗണിക്കുകയും അതിനുള്ള സൊല്യൂഷൻ മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം സോഷ്യോളജിയിൽ വരുന്ന സമയത്ത് സോഷ്യോളജി അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പറ്റം വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്കോ ഒരു കമ്മ്യൂണിറ്റിയിലേക്കോ വ്യാപിക്കപ്പെടുമ്പോൾ അത് സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ഡിസ്കസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്
സോഷ്യോളജി സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഗണിക്കുന്ന രീതി. പക്ഷെ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമായിട്ടാണ് സൈക്കോളജി നോക്കിക്കാണുന്നത്. അത് തീർത്തും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന രീതിയിൽ മാത്രമാണ് സൈക്കോളജി നോക്കിക്കാണുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന രീതിയിലാണ് സോഷ്യോളജി കാണുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങളും ബന്ധങ്ങളുമാണ്. അതായത് ആന്ത്രോപോളജി എന്ന് പറയുന്നത് മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യന്റെ സാംസ്കാരിക തലങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇത് പാസ്റ്റ് കാര്യങ്ങളെക്കുറിച്ചും സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ആന്ത്രോപോളജി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം വളരെ വാസ്റ്റ് ആയിട്ടുള്ള വളരെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യോളജി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആന്ത്രോപോളജി മനുഷ്യന്റെ ഒറിജിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പരിണാമഘട്ടത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ഒരു സാംസ്കാരിക പൈതൃകത്തെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ സോഷ്യോളജി കുറിച്ചുകൂടി അതിന്റെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും അതിന്റെ മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രക്രിയകളെയും സോഷ്യോളജി അതേ രീതിയിൽ അഡോപ്റ്റ് ചെയ്ത് അതിനെ കൃത്യമായ രീതിയിൽ ഇൻഡെപ്തായിട്ട് പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം. ഇനി നമുക്ക് ആന്ത്രോപോളജിയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് ആന്ത്രോപോളജി മനുഷ്യന്റെ സംസ്കാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ പെരുമാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു പരിണാമത്തെക്കുറിച്ചൊക്കെ പഠിക്കും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്കൊരു ഇംപ്ലിമെന്റേഷൻ പോളിസീസ് എന്ന് പറയുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു പ്രോബ്ലം സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷെ സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. അതായത് ഒരു സമൂഹത്തെ പഠിക്കുമ്പോൾ അതിന്റെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തിയതിനെ എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതി കൂടെ അല്ലെങ്കിൽ അതിന്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക എന്ന് പറയുന്നത് കൂടെ ഒരു സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സോഷ്യോളജി ഒരു സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഫീൽഡ് വർക്ക് ആയിരിക്കാം, സർവേ ചെയ്ത് എഴുതാം. അത്തരത്തിലുള്ള നിരവധി സമൂഹത്തിലേക്ക് നേരിട്ട് ഇറങ്ങി ചെന്നുകൊണ്ട് നമുക്ക് പല മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഡാറ്റയെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ആന്ത്രോപോളജിയിലൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ നമ്മൾ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള ഘടകങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സിനെ യൂസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ കുറച്ച് എത്നോഗ്രഫിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിക്കൊണ്ടും മാത്രമേ നമുക്ക് പഠനം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആന്ത്രോപോളജിയുടെ പഠന രീതി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലിമിറ്റഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിലെടുക്കുന്ന പഠന രീതിയിൽ നിന്ന് ഒരുപാട് ആന്ത്രോപോളജിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് സോഷ്യോളജിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ അതിന്റെ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സയന്റിഫിക് റിസർച്ച് മെത്തേഡ്സിൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങൾ സോഷ്യോളജിയിലും ആന്ത്രോപോളജിയിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആന്ത്രോപോളജി ഒന്നുകൂടെ പറയുവാണെങ്കിൽ ആന്ത്രോപോളജിയെ സംബന്ധിച്ചിടത്തോളം ആന്ത്രോപോളജി മനുഷ്യനെ കുറിച്ചും സൊസൈറ്റിയെ കുറിച്ചും അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിനെ കുറിച്ചും അതിന്റെ സംസ്കാര പൈതൃകത്തെ കുറിച്ചും എല്ലാം പഠിക്കുന്നു എന്നുള്ളതാണ് ആന്ത്രോപോളജിയെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായിട്ടുള്ള ഒരു ഘടകം. സോഷ്യോളജി എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തെ കൂടെ പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട സവിശേഷത. അപ്പോൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയുടെ ഡെഫിനിഷൻ, അതിന്റെ നേച്ചേഴ്സ് ആണ്, പ്രധാനമായിട്ട് സ്വഭാവ സവിശേഷതകൾ. അതിൽ രണ്ട് കോൺട്രാഡിക്ടറീസ് വരുന്നുണ്ട് പ്രധാനമായിട്ടും. അതായത് സോഷ്യോളജി എന്ന് പറയുന്നതിന്റെ സോഷ്യോളജി ഒരു സാമൂഹ്യ വിഷയമാണോ അല്ലെങ്കിൽ ശാസ്ത്രീയ വിഷയമായിട്ട് പരിഗണിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്ന രണ്ട് വാദങ്ങളെ നമ്മൾ അതിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോർമലിസ്റ്റിക് സ്കൂൾ എന്നും ഒന്ന് സിന്തറ്റിക് എന്ന് പറയുന്നത് രണ്ട് ഘടനകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേ ഘട്ടത്തിൽ തന്നെ സോഷ്യോളജിക്ക് മറ്റ് ശാസ്ത്ര വിഷയങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിന്റെ എല്ലാ കണ്ടന്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ വീണ്ടും അതൊന്ന് റീകോൾ ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മളുടെ
ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡോട് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.